ആരായിരുന്നു ചാർലി കിർക്ക്? ക്രിസ്ത്യൻ മൂല്യങ്ങളിൽ ഉറച്ചു നിന്ന പഴയ അമേരിക്കയെ തിരിച്ചു കൊണ്ടുവരുവാൻ പ്രയത്നിച്ച ഒരു ചെറുപ്പക്കാരൻ. ദൈവവചനം അടിസ്ഥാന പ്രമാണമാക്കുന്ന തെറ്റായ വിവാഹ ബന്ധങ്ങളില്ലാത്ത, സ്വവർഗ ഭോഗങ്ങളില്ലാത്ത, സോതോമ്യ പാപങ്ങളെ അനുവദിക്കാത്ത, നിയമം നൽകുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ മറവിൽ അകത്ത് കയറിയ ഇരുട്ടിൻ്റെ ശക്തികളെ തുരത്തുന്ന, സമാധാനത്തോടെയും ദൈവവചന അടിസ്ഥാനത്തിലും ജീവിക്കുന്ന കുടുംബങ്ങളുള്ള, മാതാപിതാക്കളും കുടുംബ ബന്ധങ്ങളെയും സജീവമാക്കുന്ന ഒരു പഴയ അമേരിക്കയെ തിരിച്ചു കൊണ്ടുവരുവാൻ ചാർലി കിർക്ക് ആഗ്രഹിച്ചു. എന്നാൽ തൻ്റെ ചാർലി കിർക്കിനെ തിരിച്ചു വിളിക്കാൻ ദൈവത്തിൻ്റെതായ ഒരു കാരണമുണ്ടായിരിക്കും. ചാർലി കിർക്കിൻ്റെ മരണത്തിലൂടെ, ആ കൊലപാതകത്തിലൂടെ ലോകമെങ്ങും കോടിക്കണക്കിന് ചാർലി കിർക്കുമാരെ ഉണ്ടാക്കുവാൻ ദൈവം ആഗ്രഹിച്ചിരിക്കണം. ദൈവം ഒരിക്കലും പരാജയപ്പെടില്ല. ദൈവത്തിൻ്റെ പദ്ധതിയും ഒരിക്കലും തകരില്ല എന്നത് നാം എല്ലാവരും ഒരിക്കൽ അറിയും. ആയതിനാൽ ചാർലി കിർക്കിൻ്റെ കൊലപാതകം ദൈവിക വ്യവസ്ഥയുടെ പരാജയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മറിച്ച് ഇരുളിൻ്റെ ശക്തികളെ തകർക്കാൻ ദൈവമൊരുക്കിയ ആ വലിയ പദ്ധതിയുടെ ഭാഗം തന്നെയാണ് ചാർലിയുടെ ഈ ദേഹത്യാഗമെന്നും വിയോഗമെന്നും മനസ്സിലാക്കി വലിയൊരു ദൈവപ്രവൃത്തിയുടെ കുളമ്പടിയൊച്ച അമേരിക്ക അടക്കമുള്ള സകല രാജ്യങ്ങളിലും അതിവേഗം പടരുമെന്നും വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ ദുഃഖത്തിൽ വലിയ വിജയത്തിൻ്റെ കാലൊച്ചകൾ കേൾക്കുന്നു.